ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തുടരും എമ്പുരാൻ എന്നീ സിനിമകളിലൂടെ ഒരുപാട് നേട്ടങ്ങളാണല്ലോ നമ്മുടെ ലാലേട്ടൻ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ ഏറ്റവും പുതിയ ഇന്ത്യൻ ബോക്സ് ഓഫീസ് നേട്ടങ്ങളെ കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 2 മാസം മുന്നേ വരെ ഇന്ത്യൻ സിനിമയിൽ ഒരു താരത്തിനും നമ്മുടെ മലയാളത്തിൽ നിന്ന് 200 കോടിയിലധികം കളക്ഷൻ ഉള്ള സിനിമകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ നമ്മുടെ ലാലേട്ടൻ ഒന്നല്ല 2 സിനിമകളിലൂടെ വെറും 2 മാസങ്ങൾക്കിടയിൽ 200 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതിൽ എമ്പുരാൻ എന്ന സിനിമയുടെ 200 കോടി പലർക്കും അംഗീകരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതും ലാലേട്ടന്റെ പേരിൽ. ഇപ്പോഴത്തെ ആ ഒരു വിഷമം എല്ലാം തന്നെ വെറും 1 മാസത്തിനിടയിൽ തുടരുമെന്ന സിനിമയുടെ 200 കോടി കളക്ഷൻ കണ്ടതോടെ അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ 200 കോടി കളക്ഷൻ ഉള്ള സീനിയർ സൂപ്പർ സ്റ്റാറുമായിട്ട് നമ്മുടെ ലാലേട്ടൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ സീനിയർ താരങ്ങളിലെ ഏറ്റവും അധികം 200 കോടി കളക്ഷൻ ഉള്ള താരങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആകെ 5 നടന്മാർക്ക് മാത്രമേ 200 കോടിയിലധികം കളക്ഷൻ ഉള്ളൂ. അതിൽ ഒരാളാണ് നമ്മുടെ ലാലേട്ടൻ എന്തുകൂടി പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. സൗത്ത് ഇന്ത്യയിലെ സീനിയർ സൂപ്പർ സ്റ്റാറുകളിൽ ഏറ്റവും അധികം 200 കോടിയിലധികം കളക്ഷൻ ഉള്ളത് രജനികാന്തിനാണ്. 7 സിനിമകളിലൂടെയാണ് രജനികാന്ത് 200 കോടിയിലധികം ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ കണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ 2 മെഗാസ്റ്റാറുകളിൽ ഒരു മെഗാസ്റ്റാർ ആണല്ലോ ചിരഞ്ജീവിക്കുണ്ട് 200 കോടിയിലധികം കളക്ഷൻ ഉള്ള സിനിമകൾ. അതേപോലെ തന്നെയാണ് നമ്മുടെ ലാലേട്ടനുമുണ്ട് ഇപ്പോഴത്തെ 200 കോടിയിലധികം കളക്ഷൻ 2 സിനിമകളിലൂടെ. ലാലേട്ടന് താഴെ ഓരോ 200 കോടി കളക്ഷൻ ഉള്ള 2 നടന്മാർ കൂടി നമ്മുടെ സീനിയർ സൂപ്പർ താരങ്ങളായിട്ട് സൗത്തിൽ നിന്നുമുണ്ട്. അതിലൊന്ന് കമലഹാസൻ ആണെങ്കിൽ മറ്റൊന്ന് വെങ്കടേഷാണ്. കമലഹാസന്റെ അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന തഗ് ലൈഫ് 200 കോടി കളക്ഷൻ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലിസ്റ്റിൽ 200 കോടി കളക്ഷൻ ഉള്ള താരമായിട്ട് കമലഹാസന് മാറാം. അപ്പോൾ ഈ 3.5 കോടി ജനങ്ങളുള്ള മണ്ണിൽ നിന്നും ലാലേട്ടൻ ഒരുപാട് റെക്കോർഡുകളാണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനത്ത് വലുതുമായിരുന്നു ലാലേട്ടനെങ്കിൽ ഇപ്പോൾ രജനികാന്തിന്റെയും അതോടൊപ്പം തന്നെ നിലവിലുള്ള പ്രഭാസിന്റെ എല്ലാം തന്നെ ലെവൽ ബോക്സ് ഓഫീസ് പവറിലേക്ക് കളക്ഷനിലേക്ക് ലാലേട്ടൻ പോയേനെ. കാത്തിരിക്കൂ അടുത്ത ഇതുപോലുള്ള ലാലേട്ടൻ സിനിമകളുടെ നേട്ടങ്ങളുടെ റിപ്പോർട്ടുകൾക്ക്.